വചനം തിരുവചനം. ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ വചനം കേൾക്കുവാനായി നമ്മളെല്ലാവരും ആഗ്രഹത്തോടെ ആയിരിക്കുകയാണല്ലോ. ഒരു നിമിഷം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം ചെലവഴിക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങന്ന് ഞങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാകയാൽ അങ്ങയുടെ വചനമയച്ച് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും അങ്ങയുടെ സമൃദ്ധിയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ മാലാഹമാരെ ഈ വചനം ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമാവിധം പ്രാർത്ഥിക്കണമേ. നമുക്കൊരുമിച്ച് മാതാവിനോടൊപ്പം പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്കിന്ന് എങ്ങനെ ശാന്തശീലമുള്ള സ്വഭാവത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ശാന്തശീലർ ഭാഗ്യവാന്മാർ, ഭൂമി അവർ അവകാശമാക്കും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ ഭൂമി അവർ അവകാശമാക്കും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ശാന്തശീലമുള്ള ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായിക്കൊണ്ട് ഈ ഭൂമി സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുക എന്ന്. ഒരു ദിവസം ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെ പെട്ടെന്ന് എൻ്റെ മുൻപിലേക്ക് ഓടി വന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പുണ്യസ്ഥലമായ ഭരണങ്ങാനമാണ്. ഭരണങ്ങാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഉള്ളിലേക്ക് ഓടി വരുന്നത് അൽഫോൻസാമ്മയാണ്, വിശുദ്ധ അൽഫോൻസാമ്മ. അൽഫോൻസാമ്മ ജീവിച്ച സ്ഥലം, ഇടം, ഇവയൊക്കെ നമ്മുടെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞു നിൽപ്പുണ്ട്. ഇത് ചിന്തിച്ചത് എൻ്റെ മനസ്സിലേക്ക് അൽഫോൻസാമ്മയും ഭരണങ്ങാനവും ഒക്കെ ഓടി വന്നുവെങ്കിൽ അതിന് കാരണം ആ സ്ഥലത്ത് ജീവിച്ച അൽഫോൻസ എന്ന് പറയുന്ന ഈ സിസ്റ്റർ അവളുടെ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയത് കൊണ്ടാണ് ആ ഒരു സ്ഥലം പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് ഓടി വരിക. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ആയിരുന്നു കൊണ്ട് ഈ ഒരു ശാന്തശീലമുള്ള സ്വഭാവത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, പരിശ്രമത്തിലൂടെ ഈ ഭൂമി മുഴുവനും അവകാശമാക്കിയെടുക്കുവാൻ സാധിക്കുമെന്ന് അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി. അതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഒരു പക്ഷേ അത് വിജയത്തിൽ എത്തിയിട്ടില്ല. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. ശാന്തശീലമുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയുടെ ഉടമകളായിത്തീരും. നമ്മൾ ഒരുപാട് വ്യക്തികളെ ഓരോ ദിവസവും കണ്ടുകൊണ്ട് ഇരിക്കുന്നവരാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നമ്മുടെ അപ്പച്ചൻ, അമ്മച്ചി, നമ്മുടെ സഹോദരങ്ങൾ, അല്ലെങ്കിൽ ജീവിത പങ്കാളി, ഇവരൊക്കെയായിട്ട് സഹപ്രവർത്തകരൊക്കെയായിട്ട് ഇടപഴകി ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മളൊക്കെ. പക്ഷേ ഇവരുടെ കൂടെയൊക്കെ നമ്മൾ ജീവിക്കുമ്പോഴും ശാന്ത സ്വഭാവമുള്ളവരെ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ചേർത്ത് വയ്ക്കാറുണ്ട്. അവരുടെ സ്വഭാവത്തിൽ ദൈവം കൂട്ടിച്ചേർത്ത് വെച്ച ആ ഒരു ശാലീനത വാസ്തവത്തിൽ അതൊരു അനുഗ്രഹം തന്നെയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ജോലി അന്വേഷിച്ച് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പല ഇൻ്റർവ്യൂകൾ ഫേസ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഇത്തരത്തിലുള്ള സ്വഭാവശീലമുള്ളവരെ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്കൊന്ന് പ്രവേശിക്കാനായിട്ട് വളരെ എളുപ്പമുണ്ടാകും. ഞാൻ ഓർക്കുന്നു, വിദേശത്ത് പോകാൻ വേണ്ടി പാസ്പോർട്ടിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാനൊരു ഓഫീസിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന ആ ഒരു സഹോദരി വളരെ ഗൗരവമുള്ള മുഖത്തിൽ സംസാരിച്ചു. എൻ്റെ മുന്നിൽ നിൽക്കുന്നവരോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഉള്ളിൽ സ്തുതിക്കുവാൻ തുടങ്ങി, എൻ്റെ കർത്താവേ, ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ എന്നോടും ഇടപെടുന്നത്. സമാധാനത്തിൽ ആ സ്ത്രീയുടെ ഉള്ളത്തെ രൂപപ്പെടുത്തണമേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉള്ളിൽ പ്രൈസ് ചെയ്യാനായിട്ട് തുടങ്ങി. എനിവേ, ദൈവം എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചില്ല. ഞാൻ എൻ്റെ ഒഴിവായിപ്പെത്തിയപ്പോൾ ആ സ്ത്രീ എന്നോട് വളരെ അരിശപ്പെട്ട് 3-4 കാര്യങ്ങൾ ചോദിച്ചു. അതിനൊക്കെ വളരെ ശാന്തതയോടെ ഞാൻ ആൻസർ ചെയ്തു. ഞാൻ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ തീർത്ത് ഇറങ്ങിപ്പോന്ന വഴിക്ക് ഞാൻ ഇപ്രകാരം എൻ്റെ മനസ്സിൽ ചിന്തിച്ചു, അരികെ വരുന്നവരോടൊക്കെ ഒരല്പം കൂടെ ഒന്ന് സൗമ്യമായിട്ട്, അല്ലെങ്കിൽ ഒന്ന് ശാന്തമായിട്ട് ആ സ്ത്രീ ഒന്ന് ഇടപെട്ടിരുന്നെങ്കിൽ എത്ര വളരെ നന്നായിരുന്നു. നമ്മളെ സമീപിക്കുന്നവർക്ക് നമ്മളെ ഭയപ്പെടാതെ സ്നേഹത്തോടു കൂടെ സ്വാതന്ത്ര്യത്തോടു കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ
ശാന്തമായ ഒരു പ്രകൃതി നമ്മൾക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹം തന്നെയാണ്. ഒരു പക്ഷേ ഈ തിരുവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ശാന്തശീലർക്ക് ദൈവമായ കർത്താവ് വാഗ്ദാനം കൊടുക്കുന്ന ഈ ഭൂമി മുഴുവനും നിറയുവാൻ നമ്മളുടെ സാന്നിധ്യം കൊണ്ട് ഏറെ നമ്മളെ സഹായിക്കും. തിരുവചനം നമുക്ക് വീണ്ടും ധ്യാന വിഷയമാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37 അധ്യായം 11 തിരുവചനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്: എന്നാൽ ശാന്തശീലർ ഭൂമി കൈവശമാക്കും, ഐശ്വര്യ തികവിൽ അവർ ആനന്ദിക്കും. ശാന്തശീലർ ഭൂമി അവകാശമാക്കും, ആനന്ദ തികവിൽ അവർ ആനന്ദിക്കും. പ്രിയപ്പെട്ടവരെ, ഐശ്വര്യമുള്ള ജീവിതത്തിന്, അനുഗ്രഹമുള്ള ജീവിതത്തിന് ശാന്തമായ ഈ സ്വഭാവം കണ്ടുപഠിക്കുവാൻ കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. യേശു അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത്, ശാന്തശീലമുള്ള സ്വഭാവം അല്ലേ, ശാന്തശീലനും വിനീതനുമായ എന്നെ കണ്ട് പഠിക്കുവാനാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. കർത്താവിനെ കണ്ട് പഠിക്കുവാൻ, ശാന്തതയിലേക്കുള്ള ആ ഒരു ജീവിതത്തിൻ്റെ കാൽവെപ്പിന് വേണ്ടി കർത്താവിനെ കണ്ട് പഠിക്കുവാൻ. ഞങ്ങളൊരു വീട്ടിൽ ഭവന സന്ദർശനത്തിനായി ചെന്നപ്പോൾ ആ വീട്ടിലെ ഗൃഹനാഥൻ അവിടെയുണ്ട്, അമ്മച്ചിയുണ്ട്, 2 പിള്ളേരുമുണ്ട്. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് സഭയെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്ന സമയത്ത് ഈ ചേട്ടൻ വളരെ സ്വരമുയർത്തി ചൂടായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ആ സമയത്ത് കൊച്ച് അപ്പുറത്ത് വന്നിട്ട് ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചു, ആംഗ്യം കാണിക്കുകയാണ്. അവൻ കാണിച്ചതും പറഞ്ഞത് എന്താണെന്ന് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. പപ്പ ഇപ്പോൾ അത് പറയുമ്പോൾ കോപിച്ച് സ്വരമുയർത്തി സംസാരിക്കും. അതുകൊണ്ട് സിസ്റ്റർ അധികം മിണ്ടണ്ട, സ്വരം താത്തിക്കോ, സ്വരം താത്തി വർത്താനം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ സിസ്റ്റർ നിശബ്ദയായിക്കോ എന്നുള്ള ഒരു വാണിങ് ആ കൊച്ച് ഞങ്ങൾക്ക് തരികയായിരുന്നു. വളരെ സത്യമായ ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തോട് വർത്തമാനമൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞ് ഞങ്ങൾ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ കുട്ടികൾ 2 പേരും ഞങ്ങളുടെ കൂടെ വന്നു. വഴി വരെ യാത്രയിൽ ഈ കൊച്ച് പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിൽ ഇന്നെന്ന പോലെ ജീവിച്ചിരിക്കുന്ന ഒരു വാക്കാണ് ആ മകൻ എന്നോട് പറഞ്ഞത്. അവൻ പറഞ്ഞു, സിസ്റ്ററെ, പപ്പയ്ക്ക് ഭയങ്കരമായ ദേഷ്യമുള്ള ആളാണ്. പപ്പയുടെ നേരും സമയവും ഒക്കെ നോക്കിയിട്ട് വേണം സംസാരിക്കുവാൻ, അല്ലാത്തവർക്ക് പപ്പയുടെ അടുത്ത് പിടിച്ചു നിൽക്കാനായിട്ട് സാധ്യമല്ല. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, നീ മമ്മിയൊക്കെ എങ്ങനെയാണ് പപ്പയുടെ ഒപ്പം ആയിരിക്കുന്നത്? ഉടനെ ആ കൊച്ചനോട് പറഞ്ഞു, മമ്മി എന്തു പറഞ്ഞാലും മമ്മി ഒരക്ഷരം പോലും മിണ്ടിയല്ല. മമ്മി വളരെ ശാന്തതയുള്ള ആളായതുകൊണ്ട് ഞങ്ങളുടെ ഈ വീട്, അവൻ പറയാണ്, എൻ്റെ ഈ വീട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. അവിടെ കുട്ടി എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, പപ്പയ്ക്ക് വേണ്ടി ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം, പപ്പയ്ക്ക് വേണ്ടി ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, മോനെ, ദൈവം ഓരോരുത്തരെ ഓരോ രീതിയിൽ വളർത്തി പരിപാലിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു സ്വഭാവത്തിന് പ്രത്യേകത ഉണ്ടെങ്കിലും പപ്പയിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളുണ്ട്, ഒത്തിരിയേറെ നന്മകൾ പപ്പയിലുണ്ട്. അതുകൊണ്ട് പപ്പ അനുഗ്രഹം പ്രാപിക്കും. മോൻ അങ്ങനെയൊന്നും ആയി തീരാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഞങ്ങളെ യാത്രയായി. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മളൊക്കെ കണ്ടുമുട്ടുന്നവരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നവരായി തീരണമെങ്കിൽ കർത്താവ് പറഞ്ഞ ഈ ഒരു സ്വഭാവം, ശാന്തശീലനും വിനീതനുമായ കർത്താവിൻ്റെ ഈ ആർദ്രഭാവം നമ്മളെ നമ്മുടെ അനുദിന ജീവിതങ്ങളിൽ ഏറെ സഹായിക്കുകയാണ്. തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ സംഖ്യയുടെ പുസ്തകം 12 അധ്യായം 3 തിരുവെഴുത്തിൽ ഇപ്രകാരം നമ്മൾ കാണുകയാണ്: മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. തിരുവചനമാണ്. ഈ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു മോശ എന്ന് ദൈവമായ കർത്താവ് പറയുകയാണ്. വാസ്തവത്തിൽ ഇതൊരു കർത്താവിൻ്റെ സ്വഭാവം തന്നെയാണ്. സമൂഹത്തോട് ചേർന്ന് ജീവിക്കാൻ, കുടുംബത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ, നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കാൻ നമ്മളെ ഏറെ സഹായിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് ഈ ശാന്തശീലം എന്ന് പറയുന്ന ഈ പുണ്യം. ഞങ്ങൾ പോളണ്ടിൽ ചെന്നു. വിശുദ്ധ ഫൗസ്റ്റീനായുടെ സ്ഥലം സന്ദർശിക്കുവാനായിട്ട് ചെന്നതാണ്. ചെന്നപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായ ഒരു വഴി, അങ്ങോട്ടേക്കുള്ള വഴി അറിയത്തില്ല. അപ്പം ഞങ്ങൾ അറിയാവുന്ന ഭാഷയിൽ കണ്ട മനുഷ്യനോട് ആളോട് സഹായം ചോദിച്ചപ്പോൾ ഉടനെ അയാൾ പറഞ്ഞു, അതാ ഇവിടുന്ന് അല്പം കൂടെ മുന്നോട്ട് പോയാൽ മതി, ആ സ്ഥലമായി. ഫൗസ്റ്റീനയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം, അവിടെയുള്ള എല്ലാവർക്കും അറിയാം. എന്ന് വെച്ചാൽ ഒരു ദേശത്തിൻ്റെ അനുഗ്രഹമായി തീരാൻ ഒരാളുടെ ദൈവവുമായിട്ടുള്ള അടുപ്പം കൊണ്ട്, വ്യക്തി ജീവിതത്തിൻ്റെ മാഹാത്മ്യം കൊണ്ട് സാധ്യതമാകുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. പ്രാർത്ഥനയുടെ വേളകളിൽ, നിമിഷങ്ങളിലൊക്കെ
ഞാൻ ഏറെ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവെ, ശാന്തശീലനായ അങ്ങയെ കണ്ടുപിടിക്കുവാൻ ശാന്തതയുടെ ഒരഭിഷേകം, ശാന്തതയുടെ ഒരു കൃപ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ കൂടെ ഉടുപ്പിട്ട ഒരു സിസ്റ്റർ, എൻ്റെ ബാച്ചിലുള്ള സഹോദരി, ആ സിസ്റ്ററിനെ ഞങ്ങളെല്ലാവരും വിളിക്കുന്നത് ശാന്തമ്മേ എന്നാണ്. എന്ന് വെച്ചാൽ വളരെ ശാന്തമായ ഒരു സ്വഭാവമാണ്. ഒന്നിനും ഒരു തിരക്കില്ല, തിക്കില്ല. ആരെന്ത് പറഞ്ഞാലും അതെല്ലാം കേൾക്കും. മറുപടി പറയേണ്ടതാണെങ്കിലേ അത് പറയുള്ളൂ. അതല്ലെങ്കിൽ ഒരു ചിരിയൊക്കെ ചിരിച്ച് അങ്ങനെ ശാന്തമായിട്ട് പോകുന്ന ഒരു ജീവിതം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ സഹോദരിയെ ശാന്തമ്മേ എന്ന് പേരിട്ട് വിളിക്കുന്നുണ്ട്. ഇപ്പോഴും ഫോൺ വിളിക്കുമ്പോൾ ശാന്തമ്മേ എന്ന് വിളിക്കുമ്പോൾ പുള്ളി ചിരിക്കുകയാണ് ചെയ്യുന്നത് മറുപടിയായിട്ട്. വാസ്തവത്തിൽ മറ്റു പലരും നമ്മളെ നോക്കുമ്പോൾ ഈ രീതിയിലുള്ള സ്വഭാവത്തിൻ്റെ വൈശിഷ്ട്യം മറ്റുള്ളവർ നമ്മളിൽ നിന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓഫീസിലൊക്കെ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ബോസ് അത് ഒരു ശാന്തശീലമുള്ള ഒരാളാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ പറയാനും പങ്കുവയ്ക്കുവാനും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുവാനും ഒക്കെ വളരെ എളുപ്പമുള്ള ഒരു വലിയ പുണ്യം തന്നെയാണ് ഈ സ്വഭാവം എന്ന് പറയുന്നത്. തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, പത്രോസ്ലീഹായുടെ 1-ാമത്തെ ലേഖനത്തിൽ കടന്നു ചെല്ലുമ്പോൾ 2-ാമത്തെ അധ്യായത്തിൻ്റെ 23-ാമത്തെ തിരുവെഴുത്ത് വളരെ ശ്രദ്ധേയമാണ്. വചനം നമ്മൾക്കൊന്ന് കേൾക്കാം. നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം ചോദിച്ചില്ല, സഹിക്കേണ്ടി വന്നപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല, പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് സ്വയം ഭരമേൽപ്പിച്ചു. എന്ന് വെച്ചാൽ നിന്ദനത്തിലും അപമാനത്തിലും കുറ്റപ്പെടുത്തലിലും എല്ലാം ശാന്തനായി നിന്ന കർത്താവ് കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്ന കുഞ്ഞാടിനെ പോലെ അവൻ ശാന്തനായിരുന്നു. തിരുവചനം ഈ ഒരു ശാന്തത നമ്മളെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഗുണമാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ എവിടെ ആയിരുന്നാലും, ഏത് ജോലിയിൽ ഏർപ്പെട്ടാലും, ഏത് സ്വഭാവക്കാരാണെങ്കിലും നമുക്ക് ഈ വലിയൊരു പുണ്യം ആർജിച്ച് എടുക്കാനായിട്ട് സാധിക്കും. നമ്മളോട് തന്നെ നമ്മൾ യുദ്ധം ചെയ്യേണ്ടതായിട്ട് വരും. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറയുന്നുണ്ടല്ലോ, ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കുവാനായി രാവും പകലും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, ത്യാഗങ്ങൾ ചെയ്തു, പരിഹാരം അനുഷ്ഠിച്ചു. നമുക്ക് നമ്മളെ തന്നെ ജയിക്കുവാനായി, നമ്മളായിട്ടുള്ള ഈ ലോകവുമായിട്ടുള്ള ഈ സമരത്തിൽ ജയിക്കുവാനായി പ്രാർത്ഥനയാകുന്ന ആ വലിയൊരു ശക്തി നമ്മളെ ഏറെ സഹായിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ആ ഒരു ശാന്തതയിലേക്ക് ദൈവത്തിൻ്റെ വചനം നമ്മളെ കൂട്ടിക്കൊണ്ട് പോവുക. തിരുവചനത്തിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മ ഏറ്റവും ശാന്തമായി ഒഴുകിയ ഒരു പുഴയായിരുന്നു. ദൈവസ്നേഹത്തിൻ്റെ വലിയ ആഴക്കടൽ, എത്ര ധ്യാനിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും മതിവരാത്ത ഒരു മാതൃ സാന്നിധ്യം. അമ്മ എല്ലാ കാര്യങ്ങളും ശാന്തമായി ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നു. തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, എല്ലാ കാര്യങ്ങളിലും അവൾ ദൈവം കൊടുത്ത ആ ശാന്തതയുടെ അഭിഷേകം കാത്തു സൂക്ഷിച്ച് എല്ലാം ഹൃദയത്തിൽ അവൾ സംഗ്രഹിച്ച് മുന്നോട്ട് പോയി. ഇങ്ങനെ ശാന്തതയുള്ള ഒരാത്മാവിന് അവരുടെ ജീവിതത്തിലേക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും, പ്രതിസന്ധികൾ അവരെ ഫേസ് ചെയ്താലും അതൊക്കെ ശാന്തമായി, അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം കൈകാര്യം ചെയ്യുവാനായിട്ടുള്ള ആത്മശക്തി അവർക്ക് ദൈവം കൊടുക്കുകയാണ്. ഇങ്ങനെ ആത്മശക്തിയാൽ നിറഞ്ഞ ഒരുപാട് പേരെ നമ്മൾ ഈ കാലയളവിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഞങ്ങളുടെ സ്ഥാപക പിതാവായ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ CJ വർക്കിയച്ചൻ, അച്ഛൻ്റെ 100-ാം ജന്മദിനം കഴിഞ്ഞതേ ഉള്ളൂ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പോൾ അച്ഛൻ്റെ കൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ വചനപ്രഘോഷണത്തിന് പോകുവാനും ഒരുപാട് വേദികളിൽ ദൈവവചനത്തിന് സാക്ഷ്യം വഹിക്കുവാനും ഒക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ കർണാടക എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ധ്യാനത്തിൻ്റെ സമയത്ത് ദുരാത്മാവ് പ്രവേശിച്ച ഒരു സഹോദരി അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ആ സമയത്ത് ഈ സ്ത്രീയുടെ ശിരസിൽ അച്ഛൻ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് കരങ്ങളെടുത്ത് അച്ഛനിട്ട് തുരുതുര അടിക്കുന്ന രംഗമാണ് ഞാൻ ചെന്നപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. അച്ഛൻ ആ കയ്യിലിങ്ങനെ ശാന്തമായിട്ട് പിടിച്ച് ഡെലിവറൻസ് പ്രെയർ ചൊല്ലി ആ സ്ത്രീയെ പരിശുദ്ധാത്മാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. കൂടി നിന്ന് ഞങ്ങളും കൂടെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ സഹോദരി ശാന്തമായിട്ട് ഏതാണ്ട് കാര്യങ്ങളൊക്കെ പര്യവസാനിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥനാ വേളയിൽ ഒരുമിച്ചിരുന്നപ്പോൾ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ
ആ സമയത്ത് പരിശുദ്ധാത്മാവ് ശാന്തതയുടെ അഭിഷേകമായി ആ മകളിൽ നിറയുവാനായിട്ട് ഇടവന്നതുകൊണ്ട് ദൈവം ആ ആത്മാവിനെ രക്ഷിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ ചേർന്നിരിക്കുമ്പോൾ ഈ ആത്മചൈതന്യത്തിൻ്റെ നിറവിൽ നമുക്ക് നമ്മളെ തന്നെ ദൈവാത്മാവിൻ്റെ കരങ്ങളിൽ കൊടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ശാന്തതയുടെ ഒരു സാന്നിധ്യം ഒരു അനുഗ്രഹമായി തീരുകയാണ് ചെയ്യുന്നത്. ഞാനൊരു പുസ്തകത്തിൽ വായിച്ച ഒരു സംഭവം ഓർക്കുകയാണ്. ഒരു കല്യാണ വീടാണ്. കല്യാണ വീട്ടിൽ ഒരുപാട് പേര് വിവാഹത്തിൽ സംബന്ധിക്കാനായിട്ട് വന്നിട്ടുണ്ട്. തലേ ദിവസത്തെ ചടങ്ങുകളൊക്കെയാണ്. ആ സമയത്ത് അവരുടെ കറണ്ട് പോയി. അപ്പോൾ പെട്രോൾ മാക്സ് കൊച്ചിൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഇരുട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഇത് കൊണ്ട് വെച്ചിട്ട് മോൻ വരാനും പറഞ്ഞ് അപ്പൻ മോൻ്റെ കയ്യിൽ പെട്രോൾ മാക്സ് കൊടുത്തു. കൊച്ച് ഈ വിളക്കം കണ്ട് പെരയ്ക്ക് ചുറ്റും നടന്നു. ചെന്ന ഒരിടത്തും അവൻ ഇരുട്ട് കണ്ടില്ല. അതുകൊണ്ട് വെട്ടമില്ലാത്തടത്ത് വെക്കാനാണ് പിതാവ് അവനോട് പറഞ്ഞത്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, വീടൊന്ന് ചുറ്റിക്കറങ്ങി അവൻ തിരിച്ച് ആ വെളിച്ചം കൊണ്ട് അപ്പൻ്റെ അടുത്ത് വന്നെത്തി. അപ്പൻ ചോദിച്ചു, നീ ഇത് വെക്കാൻ പറഞ്ഞിട്ട് വെച്ചില്ലേ? ഉടനെ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പപ്പേ ഞാൻ പോയ എല്ലായിടത്തും വെളിച്ചമുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതൊരിടത്തും എനിക്ക് വെക്കേണ്ടതായിട്ട് വന്നില്ല, ഞാൻ അതുകൊണ്ടാണ് ഇത് തിരിച്ച് ഇവിടെ എത്തിയത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വന്നത് ഇപ്രകാരമാണ്: ശാന്തതയുടെ സാന്നിധ്യം എല്ലായിടത്തും വെളിച്ചമാണ്. അവിടെ ഇരുളിന് കടന്നു വരുവാനായിട്ട് സാധിക്കുകയില്ല. ആ കൊച്ചിൻ്റെ നിഷ്കളങ്ക ഹൃദയത്തിൽ അവൻ വെട്ടം കണ്ടു പോയപ്പം ഇരുളെല്ലാം മാറി. അവനിങ്ങനെ ചുറ്റും പോയപ്പോൾ അവൻ ചെന്നോടത്തോടൊക്കെ ഈ വെളിച്ചം അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഇരുൾ മാറി വെളിച്ചമായി. അവനെല്ലാം കണ്ടതെല്ലാം വെളിച്ചമായിരുന്നു. അതുകൊണ്ട് അവന് ശാന്തമായി ഭയപ്പെടാതെ തിരിച്ച് അവൻ്റെ അപ്പൻ്റെ അടുത്ത് എത്തുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കുടുംബത്തിൽ ഒരു ശാന്തതയുടെ വെളിച്ചമാകുവാൻ നിങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ അത് വലിയൊരു ഭാഗ്യമാണ്. ഒരു ശാന്തതയുടെ നറുവെട്ടമായി നമ്മുടെ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ കൃഷിയിടങ്ങളിൽ എവിടെയാണോ അവിടെ ശോഭിക്കുവാനായി നമുക്ക് സാധിച്ചുവെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. അതുപോലെ ശാന്തമായി പെരുമാറിക്കഴിയുമ്പോൾ കുറേ കാര്യങ്ങൾ ശാന്തത നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുവാനായിട്ട് സാധിക്കും. വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന രണ്ട് പേരുടെ അടുത്ത് മൂന്നാമതായിട്ട് നിൽക്കുന്ന ഒരാൾ ശാന്തനായ ഒരു മനുഷ്യനാണെങ്കിൽ അയാൾ പറയുന്നത് ഇപ്രകാരമായിരിക്കും: ഒന്ന് നിർത്താവോ, ഇതിനൊക്കെ നമുക്ക് പരിഹാരമുണ്ട്, നമുക്കിതൊന്ന് പറഞ്ഞു തീർക്കാം. അതിനെ പറഞ്ഞു തീർക്കാനുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. ശാന്തമായി നമുക്കിതിനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇപ്രകാരം ഒരു മൂന്നാമതായ ഒരാളായി മറ്റുള്ളവരുടെ മുൻപിൽ ഇടപെടാൻ വേണ്ടി ദൈവം നമുക്ക് കനിഞ്ഞു തരുന്ന ഒരു കൃപയുടെ സമൃദ്ധിയാണ് ഈ ശാന്തത. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ശാന്തശീലർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ ഭൂമി അവർ അവകാശമായി അനുഭവിക്കും എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കരവേലയായി ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി തീരുമ്പോൾ ഈ സ്വഭാവം ഏറെ നന്മയുള്ളതായി നമുക്ക് തീരും. ഒരു ദിവസം ഞങ്ങളിങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിലാണ് ഞാൻ ഇരിക്കുക. കുറേ നേരമായി ഞങ്ങളുടെ മുൻപിൽ ഒരു ലോറി ഇങ്ങനെ പോകുന്നു. എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറോളം ആ ലോറിയുടെ പുറകിൽ ഞങ്ങളിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവറിനോട് പറഞ്ഞു, പൊന്നുമോനെ, ഈ വണ്ടി ഒന്ന് മുന്നിൽ കയറി നമുക്ക് പോകാനായിട്ട് സാധിക്കുമോ? ഉടനെ ഡ്രൈവർ എന്നോട് പറഞ്ഞു, സോറി സിസ്റ്ററെ, ആ ഡ്രൈവർക്ക് പറ്റിയ ഒരു സ്ഥലം കിട്ടാതെ പുള്ളിക്ക് നമുക്ക് സൈഡ് തരാൻ പറ്റാത്തത് കൊണ്ടാണ്, വഴിക്ക് വീതി കുറവാണ്, സൈഡ് തരാൻ പറ്റാത്തത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പോവുക. വണ്ടി നിറയെ ലോഡാണ്, അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അവർക്ക് സൈഡ് തന്ന് നമ്മളെ കയറ്റി വിടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ വളരെ ശാന്തമായിട്ട് ഈ ഡ്രൈവർ എന്തുകൊണ്ടാണ് മുന്നിൽ പോകുന്ന വണ്ടിയെ കവർ ചെയ്ത് ഓവർടേക്ക് ചെയ്ത് പോകാൻ സാധിക്കാത്തത് എന്ന് ആ കൊച്ചു സഹോദരൻ എനിക്ക് പറഞ്ഞു തരികയാണ്. അപ്പം ആ ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് ഇവൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അത് ശരിയാണ്. അതുകൊണ്ട് നമുക്ക് ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ കയറി വളരെ പെട്ടെന്ന് പോകുവാനായിട്ട് സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, അത് ആ ഒരു യാത്രയിലുണ്ടായ ഈ ഒരു സംഭവം ഒത്തിരി കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്നെ സഹായിച്ചു. മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളും പെട്ടെന്ന് പ്രയാസമില്ലാതെ കൈകാര്യം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. ഹാലേലൂയ്യ, ഹാലേലൂയ്യ, ഹാലേലൂയ്യ.
അതുകൊണ്ട് മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് നമ്മളുടെ കാര്യങ്ങളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കും. തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 143 അധ്യായം 10 തിരുവെഴുത്തിൽ നമ്മൾ പ്രകാരം കാണുന്നു: അങ്ങയുടെ ഹിതം അനുവർത്തിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ, എന്തെന്നാൽ അവിടുന്നാണ് എൻ്റെ ദൈവം. അവിടുന്നാണ് എൻ്റെ ദൈവം, അങ്ങയുടെ ഹിതം അനുവർത്തിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. അപ്പം ഈ ദൈവത്തിൻ്റെ ഹിതത്തിലൂടെ യാത്ര ചെയ്യുവാൻ നമ്മളെ സഹായിക്കുന്നത് ശാന്തതയുള്ള ഈ ഒരു മനസ്സാണ്, ആത്മാവാണ്. അതുകൊണ്ട് സുഭാഷിതങ്ങളുടെ പുസ്തകം 14 അധ്യായം 30 തിരുവെഴുത്ത് ഇപ്രകാരമാണ്: പ്രശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു. പ്രശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു. സൗമ്യമായ മറുപടി കോപം ശമിപ്പിക്കുന്നു. അപ്പം സൗമ്യമായ നമ്മുടെ മറുപടി, ശാന്തമായ മറുപടി കോപിച്ചു നിൽക്കുന്ന ഒരാളുടെ കോപത്തെ ശമിപ്പിക്കുവാനായിട്ട് സാധിക്കും. ശാന്തശീലമുള്ള ആത്മാവ് മാറിപ്പോകുന്ന ഏതാനും ഇടങ്ങളുണ്ട്. നമുക്ക് പെട്ടെന്ന് അതും കൂടി ഒന്ന് ചിന്തിക്കാം. അഹങ്കാരത്തിൻ്റെ മേഖലകൾ, സ്വാർത്ഥതയുടെ വഴികൾ, തന്നിഷ്ടത്തിൻ്റെ വഴികൾ, ദേഷ്യ വൈരാഗ്യങ്ങൾ, ദുഷ്ടകരമായ ചിന്തകൾ, ഈ വഴിയൊന്നും ശാന്തതയുടെ ആത്മാവ് സഞ്ചരിക്കുകയില്ല. അതുകൊണ്ട് ഈ ഒരു അവകാശമാക്കുവാൻ ദൈവം നമുക്ക് തന്നേക്കുന്ന, ഭൂമി അവകാശമാക്കുവാൻ ദൈവം നമുക്ക് തന്നേക്കുന്ന ഈ കൃപയുടെ ഒരു സമൃദ്ധി, അതനുസരിച്ച് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കട്ടെ. അവിടെ നമുക്ക് കർത്താവിനോട് തന്നെ പ്രാർത്ഥിക്കാം, ഈശോയോട് തന്നെ പ്രാർത്ഥിക്കാം. ശാന്തശീലനും വിനീതഹൃദയനുമായ കർത്താവെ, നിന്നെ കണ്ടുപഠിക്കുവാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, മാതാവേ, അമ്മ എല്ലാ കാര്യങ്ങളും ശാന്തമായി കൈകാര്യം ചെയ്തിരുന്നത് പോലെ ബത്ലഹേം മുതൽ കാൽവരി വരെയുള്ള ഓരോ നിമിഷങ്ങളിലും ദൈവത്തിൻ്റെ മനസ്സിനോട് ശാന്തമായി ഇടപഴകിയതുപോലെ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സമൂഹത്തിൽ, എൻ്റെ ജോലിയിടങ്ങളിൽ, ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ ശാന്തതയുള്ള, സ്വസ്ഥതയുള്ള ഒരാത്മാവ് തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് ഒന്ന് കണ്ണുകളടച്ച് ശാന്തമായി ഇപ്രകാരം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ വചനമയച്ച് ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് തന്ന ഈ വലിയ സമാധാനവും വിടുതലും സന്തോഷവും ഞങ്ങൾ അനുഭവിക്കുന്നു. അങ്ങയുടെ ശാന്തതയിലേക്ക്, ആത്മീയമായ വിനയത്തിലേക്ക്, സൗമ്യമായ ജീവിതത്തിലേക്ക് എൻ്റെ ജീവിതത്തെ അവിടുന്ന് ഉൾച്ചേർക്കണമേ. എൻ്റെ സ്വഭാവത്തിൻ്റെ എല്ലാ പ്രത്യേകതകളോടും കൂടെ അങ്ങേ പിൻചെല്ലുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. വചനമായ ഈശോയെ എന്നിൽ നിറയണമേ. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ഞാൻ ജീവിക്കുന്ന ഈ ഭൂമി ശാന്തിയുടെയും സമാധാനത്തിൻ്റേതുമായി തീരുവാൻ എന്നെ അവിടുന്ന് ഉപകരണമാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.